next topic, that is the functions of flower. As we know that the flowers are the reproductive organs of the plant. And what is the main function of these flowers? Yes, we know that the flower is have the ability to produce the seeds and fruits, isn't it? ഇപ്പോൾ ഫ്ലവേഴ്സിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഫ്രൂട്ട്സും സീഡ്സും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ ഫ്ലവർ. അതാണ് ഒരു ഫ്ലവറിൻ്റെ മെയിൻ ഫങ്ഷൻ. ഹൗ ദീസ് സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഗെറ്റ് ഫോംഡ്, എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ അച്ചീവിങ് ദീസ് ത്രൂ ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ. ദാറ്റ് പ്രോസസ് ഈസ് സിംപിളി സെഡ് ദാറ്റ് പോളിനേഷൻ. അപ്പം എന്താണ് പോളിനേഷൻ? അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോളൻ ഗ്രെയിൻസ്, ആന്തറിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് എവിടേക്ക് വരണം? ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വരണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഗൈനീഷ്യത്തിൻ്റെ ഇത് പഠിപ്പിച്ചപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? യെസ്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ആ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വരും. വന്നിട്ട് എന്തോ ചെയ്യും? സ്റ്റൈലിലൂടെ പതുക്കെ 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 താഴോട്ട് വന്ന് ഓവറിയിൽ വന്ന് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇല്ലേ? അപ്പോൾ ആ രീതിയിലാണ് എന്തുണ്ടാകുന്നത്? ഫ്രൂട്ടായിട്ടത് മാറുന്നത്. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ദ പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther to the stigma of the flower. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ദ പോളിനേഷൻ, there are two types of pollinations. Okay, in your textbook there are two types of pollinations are mentioned, that is self pollination and also cross pollination. Okay, how many pollinations are there? There are two types, that is self-pollination and cross-pollination. Once again, I repeat the pollination. The pollination is the transfer of pollen grains from the anther to the stigma of the flower. Okay, and there are two types of pollinations are there, that is self-pollination and cross-pollination. In this figure, you can see that a bee, isn't it? A bee is transferring the pollen grain from the anther to the stigma of the flower. നിങ്ങൾ കണ്ടോ? ഇതിനകത്ത് നോക്കിയാൽ ഈ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഒരു ബീയെ എന്ത് ചെയ്യുവാണ്? ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിനെ അതിൻ്റെ കാലയിലിരിക്കുന്നത് കണ്ടോ? അത് വന്ന് ഈ ഫ്ലവറിൽ ഇരുന്നിട്ട് അത് പറന്നു പോയപ്പോൾ അതിൻ്റെ ദേഹത്ത് എവിടെയോ ആ ഒരു പോളൻ പറ്റിയിരിപ്പുണ്ട്. അത് എന്തോ ചെയ്യുന്നുണ്ട്? മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളനെ കൊണ്ടെത്തിക്കുന്നു. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ ബീ ഈസ് ദ ഏജൻറ്റ്, isn't it, for the pollination. So it is say that it is the pollinator. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബിയെ പോളിനേറ്റർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ബി ആണ് ഇവിടെ ഏജൻ്റായിട്ട് നിൽക്കുന്നത്. എന്തിന്? ഈ പോളിനേഷൻ നടക്കാൻ. സോ ദ ബി ഈസ് ടേംഡ് ആസ് ദ പോളിനേറ്റർ. കണ്ടോ നിങ്ങൾ? ആ പോളൻ ഗ്രെയിൻസ് എങ്ങോട്ടാണ് വരുന്നത്? വേറൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ടാണ് ആ പോളൻ ഗ്രെയിന് വന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ പോളിനേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം, സെൽഫ് പോളിനേഷൻ.